നമസ്കാരം. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ബംഗ്ലാദേശ് ജയിലിൽ കഴിയുന്ന ഇസ്കോൺ സന്യാസി ചിന്മോയ് കൃഷ്ണദാസിന്റെ കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടൽ ആവശ്യപ്പെട്ട് ബി ലോക്സഭാ അംഗം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. സന്യാസിയുടെ മോചനത്തിന് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉജ്ജയിൻ അനിൽ ഫിറോജിയ ലോക്സഭയിലെ സീറോ അവറിൽ ഈ വിഷയം ഉയർത്തിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. വൈകാതെ തന്നെ മോദി വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തന്നെയാണ് സാധ്യതയുള്ളത്. എന്നാൽ പ്രതിപക്ഷം ഒരക്ഷരം ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾക്കായി ഉരിയാടിയിട്ടില്ല. ബംഗ്ലാദേശിലെ സഹോദരങ്ങൾക്കായി ബി ആർ എസ് എസും ആഞ്ഞടിക്കുക തന്നെയാണ്. ഇവിടെ വത്സൻ തില്ലങ്കേരി ശക്തിയായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. രാജ്യത്തെ വെട്ടിമുറിച്ച കോൺഗ്രസ് ആണ് ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ന്യൂനപക്ഷങ്ങളുടെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ ബംഗ്ലാദേശ് മത ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കുരുതിക്ക് പിന്നിൽ പ്രത്യക്ഷത്തിൽ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും പിന്നിൽ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഹിന്ദുക്കളുടെ നിലനിൽപ്പ് തന്നെ അപകടമാകും. ഔദ്യോഗിക കണക്ക് പ്രകാരം 1200 ഹിന്ദുക്കളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളതെങ്കിലും ഗ്രാമങ്ങളിൽ 100 കണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കുകയാണ്. ഇസ്കോൺ സന്യാസിമാർക്ക് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. തല പോലും മറച്ചു വെച്ചാണ് പുറത്തിറങ്ങേണ്ട അവസ്ഥ. നിരാലംബരായ ഇവരെ ഇതിലേക്ക് എറിഞ്ഞുകൊടുത്ത ശക്തികൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. ഹിന്ദുവിന്റെ ശത്രു ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഇല്ലാതാക്കിയാൽ മാത്രമേ നിലനിൽക്കാൻ സാധിക്കുള്ളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. 1921 മാപ്പിള ലഹളയ്ക്ക് പിന്നിൽ കോൺഗ്രസ് ആണ്. ആയിരക്കണക്കിന് ഹിന്ദുക്കളെ അവർ കൊന്നൊടുക്കി. നിരവധി ക്ഷേത്രങ്ങൾ തകർത്തു. ഏറനാട്ടിലും വള്ളുവനാട്ടിലും ഹിന്ദു വംശഹത്യ തന്നെ നടത്തി. അന്ന് ഹിന്ദുക്കളെ എരുതിയിലേക്ക് എറിഞ്ഞുകൊടുത്ത കോൺഗ്രസ്സുകാരെ പിന്നെ എവിടെയും കണ്ടിട്ടില്ല. ഹിന്ദുക്കളെ കൂട്ടക്കുരുത്തേക്ക് തള്ളിയിട്ട് അവരെല്ലാം ഓടി ഒളിക്കുക തന്നെയായിരുന്നു. പാകിസ്ഥാൻ രൂപീകരിക്കുമ്പോൾ 18% ഹിന്ദുക്കൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി വളരെ ദയനീയമാണ്. പാകിസ്ഥാനിലെ ഭൂമിയിൽ അവിടുത്തെ ഹിന്ദുക്കൾക്കും അവകാശമുണ്ട്. മതേതരത്വം ജയിച്ചെന്ന പേരിൽ കേരളത്തിലെ ആദ്യത്തെ SDPI അംഗം ഇന്നലെ നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ ചവിട്ടി താഴ്ത്തുക എന്നത് മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമൂഹം തങ്ങളുടെ മതക്കാർ ചെയ്യുന്ന ക്രൂര കൊലപാതകങ്ങളിൽ എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ? പലസ്തീൻ തീവ്രവാദികൾ അങ്ങോട്ട് അടിച്ചതുകൊണ്ടാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത് എന്ന് ഒക്ടോബർ 8 ശശി തരൂർ MP കോഴിക്കോട് പറഞ്ഞതിൽ പിന്നെ അദ്ദേഹത്തെ എവിടെയും പ്രസംഗിക്കാൻ അനുവദിച്ചിട്ടില്ല എന്ന് തില്ലങ്കേരി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ലീഗ് ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ശശി തരൂരിനെ തന്നെയായിരുന്നു. എന്നാൽ ഈ പ്രസംഗത്തിന് ശേഷം ചിത്രമാകെ മാറിയിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊലയ്ക്കെതിരെ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിക്കാൻ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും വെല്ലുവിളിക്കുകയാണ് വത്സൻ തില്ലങ്കേരി. കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയായ മദനിക്ക് വേണ്ടി പൗരത്വ നിയമത്തിനും വഖഫിനും വേണ്ടി 140 പേരും ഒറ്റക്കെട്ടായി നിയമസഭയിൽ പ്രമേയം പാസാക്കിയവരാണ്. ഇംഗ്ലണ്ടിലെ പാർലമെന്റിൽ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയിലെ പ്രതിപക്ഷം മൗനം പാലിക്കുകയാണ്. അദാനി അംബാനി എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം ഇപ്പോൾ സംബാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെഹ്റുവിനെ പോലുള്ള കോൺഗ്രസുകാരുടെ അധികാര ആർത്തിയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥയ്ക്ക് ഇന്ന് കാരണമെന്നും അദ്ദേഹം ആഞ്ഞടിക്കുന്നുണ്ട്.